ജയൻ സൽത്താൻ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം ഡോക്ടർ ജുനൈദ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ തൊട്ട് ഹെൽത്തി വെയിറ്റ് റിഡക്ഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ സീരീസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ ആദ്യത്തെ ഈ വീഡിയോയിൽ വെയിറ്റ് റിഡക്ഷന് പ്ലാൻ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഒരു ചെറിയൊരു പരസ്യം എൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അത് എല്ലാ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും രാവിലെ 6 മുതൽ 7 മണി വരെ ഒരു ഓൺലൈൻ യോഗ ക്ലാസ് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ചാർജ് വെറും ഒരു മാസത്തിന് 600 രൂപ മാത്രമാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 20 പേർക്ക് മാത്രമേ അവസരമുള്ളൂ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് വെയിറ്റ് റിഡക്ഷൻ എന്നതല്ല. പകരം ഒരു 6 മാസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി എഫേർട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ തുടർന്ന് വരാൻ പോകുന്ന സീരീസുകളെല്ലാം. പൊതുവേ നമ്മൾ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? പല ഡയറ്റ് പ്ലാൻ ചെയ്യാറുണ്ട്, എക്സസൈസ് പ്ലാൻ ചെയ്യാറുണ്ട്, എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എന്നാൽ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ട്. എല്ലാ വ്യക്തികളിലും എനർജി ബേൺ ഔട്ട് ചെയ്യുന്നതിൻ്റെ വേഗത അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഭക്ഷണവും നമ്മുടെ എക്സസൈസ് പ്ലാനുകളൊക്കെ നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം? അത് പൊതുവേ കുറച്ച് കോംപ്ലക്സ് ആയ കാര്യമാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. എന്നിരുന്നാൽ പോലും ഏകദേശം നമുക്ക് എത്രത്തോളം കലോറി ഒരു ദിവസം എടുത്താലാണ് നമ്മുടെ വെയിറ്റ് കുറയുക എന്നറിയാനുള്ള ടൂൾസുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഫ്രീ ടൂളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ healthline.com എന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ആർട്ടിക്കിളിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. ഹൗ മെനി കലോറീസ് ഷുഡ് യു ഈറ്റ് പെർ ഡേ ടു ലൂസ് വെയ്റ്റ്. ഈ ആർട്ടിക്കിൾ താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു കലോറി കൗണ്ടർ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കിട്ടും. അത് US മെട്രിക് യൂണിറ്റുകളിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. മെട്രിക് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. US ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം കിലോഗ്രാമിൽ കൊടുക്കാൻ പറ്റില്ല, പൗണ്ട്സിലായിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിലോഗ്രാമിലാണ് നിങ്ങളുടെ ശരീരഭാരം അളന്നതെങ്കിൽ നിങ്ങൾ മെട്രിക് ഉപയോഗിക്കുക. പിന്നെ താഴെയുള്ള ജെൻഡർ അത് നിങ്ങൾ ചൂസ് ചെയ്യുക, മെയിലാണോ ഫീമെയിലാണോ. നിങ്ങളുടെ ഒരു വയസ്സ് ഏകദേശം ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ശരീരഭാരം എത്രയാണെന്ന് ഇവിടെ എൻ്റർ ചെയ്യുക. അടുത്തത് ആക്ടിവിറ്റിയാണ്. സെഡൻഡറി തൊട്ട് വെരി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഒരു റേറ്റിംഗ് സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീരെ വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ, വെറുതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ സെഡൻഡറി കൊടുക്കുക. ഒരുപാട് അധ്വാനിക്കുന്ന ആളാണെങ്കിൽ വെരി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മിഡിലായിട്ടുള്ള ഏത് തരത്തിലാണ് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഉചിതമായ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ സ്ലൈറ്റ്ലി ആക്റ്റീവ് എന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാൽക്കുലേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 3 സെക്ഷൻ. ഒന്നാമത്തേത് ടു മെയിൻറ്റെയിൻ വെയിറ്റ് എന്നാണ്. അതിനുവേണ്ടി ഏകദേശം 2449 കലോറിയാണ് ഒരു ദിവസം എടുക്കേണ്ടത്. ഇനി ശരീരഭാരം കുറക്കാനാണെങ്കിൽ ഏകദേശം 1959 കലോറിയാണ് ഒരു ദിവസം എടുക്കേണ്ടത്. ഇനി ശരീരഭാരം പെട്ടെന്ന് കുറക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1470 കലോറിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാൻ ഇത് രണ്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. പകരം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കലോറി നിങ്ങൾ ചൂസ് ചെയ്യാം. അതായത് 1470 അതിന് താഴോട്ടോ പോകരുത്, എന്നാൽ 1959 മുകളിലോട്ട് പോകാതെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾ കലോറി ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരു ദിവസം എത്ര കലോറി വേണം വെയിറ്റ് റിഡക്ഷന് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ആഹാരം എങ്ങനെയാണ് ഈ കലോറിക്ക് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക? അത് വളരെ സിമ്പിളാണ്. ഏതൊരു ആഹാരം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ 100 ഗ്രാം വാല്യൂവിന് എത്ര കലോറി കിട്ടും, അത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എത്ര ആയിരിക്കും കലോറി, കുക്ക് ചെയ്തതിന് ശേഷം എത്രയാണ് കലോറി എന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ആഹാരം നിങ്ങൾ തിട്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവിലുള്ള കലോറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരഭാരം കുറക്കാൻ പറ്റും. അപ്പം ഇത് മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇത് അനുബന്ധിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആഹാരങ്ങൾ, ഏതെല്ലാം ആഹാരങ്ങൾക്ക് നിങ്ങൾക്ക് ശരീരത്തിന് ഗുണം ചെയ്യും, ഏതെല്ലാം
തരത്തിൽ നിങ്ങൾ ആഹാരം കഴിച്ചാലാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക, ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ആഹാരം കഴിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം തുടർന്നുള്ള സീരീസും കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അടുത്തൊരു നല്ല കണ്ടന്റുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.